നമ്മുടെ കേരളത്തില് ക്ഷേമ പെൻഷൻ, എന്താണ് ക്ഷേമ പെൻഷന്റെ അനുഭവം? LDF ഉള്ള കാലത്ത് മാത്രമാണല്ലോ ക്ഷേമ പെൻഷൻ വർധനവുണ്ടായത്. UDF ക്ഷേമ പെൻഷൻ തകർക്കാനല്ലേ ശ്രമിച്ചത്? തുച്ഛമായ കാശ് പോലും കൃത്യമായി കൊടുത്തിരുന്നില്ലല്ലോ. 45 രൂപയിൽ തുടങ്ങുമ്പോ അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നല്ലോ കോൺഗ്രസ്. പിന്നെ 60ആയി, 120ആയി, അങ്ങനെ 500 വരെയായി. 45-ൽ നിന്ന് 500-ലേക്കുള്ള വർധനവ് വിവിധ ഘട്ടത്തിൽ LDF ഗവൺമെന്റ് കൊണ്ടുവന്നാണല്ലോ. ഒരു ഘട്ടത്തിലും ഈ 500 രൂപയാകുന്നതുവരെ UDF ഗവൺമെന്റ് വർദ്ധിപ്പിച്ചില്ലാലോ, കൃത്യമായി കാശ് കൊടുത്തുമില്ലാലോ. ചെറിയ കാശ് അതുപോലും കൊടുക്കാൻ തയ്യാറല്ല. എത്ര കണ്ട് പാവങ്ങളോട് വിരോധമുള്ള ഒരു വിഭാഗമാണ് കോൺഗ്രസും UDF-ഉം എന്നാണ് കാണേണ്ടത്. ഇവിടെ 2006-ൽ LDF ഗവൺമെന്റ് വന്നല്ലോ. അന്ന് ചെറിയ സംഖ്യയാണ് പെൻഷൻ. എത്രയാ കുടിശ്ശിക? LDF ഗവൺമെന്റ് വരുമ്പോൾ UDF ഗവൺമെന്റ് വരുത്തിയ കുടിശ്ശിക 28 മാസത്തത്, 2.5 മാസത്തോളം, 2.5 വർഷത്തോളം, 28 മാസം. ഇതല്ലേ പാവങ്ങളോട് കാണിച്ച കോൺഗ്രസിന്റെ UDF-ന്റെ മനോഭാവം? ആ 2006-ലെ ഗവൺമെന്റാണ് അന്ന് 28 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത്. 500 രൂപയിലേക്ക് ഉയർത്തി. 2011-ല് UDF അധികാരത്തിൽ വന്നു. 2016-ൽ LDF അധികാരത്തിൽ വരുമ്പോ അപ്പൊ പെൻഷൻ 600 രൂപയാണ്. ആദ്യമായി ഒരു 100 രൂപ വർധനവുണ്ട് UDF ഭരണകാലത്ത്. പക്ഷെ ചെലവില്ല, കാരണം പൈസ കൊടുത്തില്ല. 500 600 ആക്കി. അത് കാശൊന്നും കൊടുക്കാൻ തയ്യാറായില്ല, പ്രഖ്യാപനം മാത്രം. യഥാർത്ഥത്തിൽ കുടിശ്ശിക എത്രയാ? ഞങ്ങള് 2016-ൽ ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗം അന്വേഷിച്ചു, സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണ്? 18 മാസം. ആ 18 മാസത്തെ കുടിശ്ശിക തീർത്തു. പിന്നെ മെല്ലെ വർധനവ് തുടങ്ങി. നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തത് LDF ഗവൺമെന്റുകൾ മാത്രം. സാമൂഹ്യക്ഷേമ പെൻഷൻ കാലാനുസൃതമായി വർദ്ധിപ്പിച്ചതും LDF ഗവൺമെന്റുകൾ മാത്രം. ഇതൊക്കെ നമ്മുടെ അനുഭവമല്ലേ? 2016 കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തപ്പോ 600-ൽ നിന്ന് വർധനവ് തുടങ്ങി. എവിടം വരെ എത്തി? 1600-ലേക്ക് എത്തി. അത് കഴിഞ്ഞ് 2021-ലെ തുടർഭരണം
കൃത്യമായി പെൻഷൻ നൽകുന്നു. 1600. UDF ആണ് അധികാരത്തിൽ വന്നെങ്കിൽ കൊടുക്കുവോ? ചെറിയ സംഖ്യ തന്നെ കൊടുക്കാൻ തയ്യാറാകാത്തവര് 1600 കൊടുക്കാൻ തയ്യാറാവൂ? മാസം തോറും കൃത്യമായി കിട്ടിയത് LDF അധികാരത്തിലുള്ളത് കൊണ്ടല്ലേ. എന്നാൽ LDF കാലോചിതമായി വർദ്ധിപ്പിച്ചു. ഇപ്പൊ കിട്ടുന്നത് 2000. ഇതല്ലേ അനുഭവം. ഈ പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതില് പ്രതിബദ്ധതയോടെ നിന്നത് LDF മാത്രമാണല്ലോ. കോൺഗ്രസ് എല്ലാ കാലത്തും അതിനെതിരാണല്ലോ നിന്നത്.